BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾക്കൊടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം രാജിവെച്ച് രണ്ടാഴ്ചയ്ക്ക് ശേഷം ആദ്യ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. ഭുവനേശ്വറിലെ GM സർവകലാശാലയിൽ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയായിരുന്നു പ്രതികരണം. ജൻസി പ്രക്ഷോഭക്കാരെ ചിലർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും കേന്ദ്രമന്ത്രി പദവിയേക്കാൾ പ്രധാനം രാജ്യത്തെ കുട്ടികളുടെ ഭാവിയാണെന്നുമാണ് ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കിയത്. കൂടാതെ ജൻസി നമ്മുടെ സ്വന്തം മക്കളാണ്, എന്നാൽ ചിലർ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും എനിക്ക് അന്നും വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ പ്രതിവർഷം കുറഞ്ഞത് 2 കോടി കുട്ടികളെങ്കിലും ജനിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 20 കോടി കുട്ടികളാണ് പിറന്നത്. അവർക്ക് വലിയ പ്രതീക്ഷകളും ലക്ഷ്യങ്ങളുമുണ്ട്. ഇന്ത്യയെ വിശ്വഗുരുവാക്കാൻ പോകുന്നത് അവരാണ്. അതിനാൽ എനിക്ക് മന്ത്രിസ്ഥാനം എന്ന പദവി ഒട്ടും പ്രധാനപ്പെട്ടതായിരുന്നില്ല എന്നാണ് സംബൽപൂർ MP ആയ പ്രധാൻ പറഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് കണ്ട് താൻ തന്നെയാണ് രാജ്യസന്നദ്ധത അറിയിച്ചതെന്നും ധർമ്മേന്ദ്ര പ്രധാൻ എടുത്തു പറഞ്ഞു. അതേസമയം പ്രഖ്യാപനത്തിന് 48 മണിക്കൂർ മുമ്പ് പോലും പ്രധാന്റെ രാജി സർക്കാരിന്റെ അജണ്ടയിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ പാർലമെന്റ് നടപടി തടസ്സപ്പെടുകയും പ്രക്ഷോഭം കൂടുതൽ ശക്തമാകുകയും ചെയ്തതോടെയാണ് രാജിയിലേക്ക് കാര്യങ്ങളെത്തിയത്. മുൻ ഒഡീഷ മുഖ്യമന്ത്രിയും BJD പ്രസിഡന്റുമായ നവീൻ പട്നായിക്കെതിരെയും ധർമ്മേന്ദ്ര പ്രധാൻ വിമർശനമുന്നയിച്ചിരുന്നു. തനിക്കെതിരെ പ്രതിഷേധിക്കാനും ഗോ ബാക്ക് വിളിക്കാനും യുവാക്കളെ പ്രേരിപ്പിച്ചത് പട്നയായിരുന്നെന്നായിരുന്നു ആരോപിച്ചത്. എന്നാൽ ഇതിന് മറുപടിയുമായി BJD രംഗത്തെത്തിയിരുന്നു. സമാധാനപരമായ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് നടത്തിയ ലാത്തി ചാർജും കണ്ണീർവാതക പ്രയോഗവുമാണ് പ്രധാന്റെയും സർക്കാരിന്റെയും പ്രതിച്ഛായ തകർത്തതെന്നാണ് BJD നേതാവ് രോഹിത് പൂജാരി വ്യക്തമാക്കിയത്. നീറ്റ് പരീക്ഷാ വിവാദത്തെ തുടർന്ന് രാജ്യത്തെ 21 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തതായും ലക്ഷക്കണക്കിന് കുട്ടികൾ കടുത്ത മാനസിക വിഷമത്തിലാണെന്നും രോഹിത് പൂജാരി പറഞ്ഞു. ഇതിന് മറുപടി പറയാതെ BJP സർക്കാരിന്റെ തെറ്റായ നയങ്ങളാണ് പ്രധാന ചീത്തപ്പേരുണ്ടാക്കിയതെന്നും രോഹിത് കൂട്ടിച്ചേർത്തു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.